ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് മാഗി ക്യൂബ് ആട്ടത്. ഒരു 1/2 കിലോ ചിക്കനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിൻ്റെ പീസോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി നമ്മൾ മിക്സിയിലിട്ടുകൊണ്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, ഒരു സ്പൂണ് കുരുമുളക്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പു, പട്ട ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ആഡാക്കി കൊടുക്കട്ടെ, എൻ്റെ കയ്യിൽ അതില്ല. പിന്നെ കുറച്ച് ചെറിയ ജീരകം ആഡാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൗഡർ കുറച്ച് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഇട്ടെടുത്തിട്ട് ഇനി നമ്മളെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ചിക്കനക്ക് നല്ലോണം പിടിക്കുന്ന പോലത്തെ നല്ലോണം മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെയാണ് മസാല തേച്ച് വെക്കുന്നത്. കളറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കളർ ഞാൻ ആഡ് ആക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 5 മണിക്കൂറായി നമ്മൾ അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 1/4 വേവാവുന്നതിൻ്റെ വരെ ഒന്ന് വേവിച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി, മസാലയൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതിന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഫുൾ വേവ് ആക്കണ്ട, കാരണം ദമ്മ ഇടുന്നതായതുകൊണ്ട് പിന്നെ അത് നല്ലോണം വേവും. അപ്പോൾ ഹാഫ് വേവ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിക്കത് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് റൈസ് വേവിക്കാൻ വെക്കാം. അപ്പോൾ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളത്തേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പും കുറച്ച് സ്പൈസസും സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കഴുകി ആദ്യം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അതിലേക്ക് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ വേവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. 3/4 വേവ് ആകുമ്പോൾ റൈസ് 3/4 വേവ് ആകുമ്പോൾ നമുക്കത് ദമ്മിടാനായിട്ട് ഉദ്ദേശിക്കണത്. അപ്പോൾ നമ്മൾ ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈസി മന്തി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.